പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ, വരുമടരിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. വരുമടരിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ, വരുമടരിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ, വരുമടരിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. ഘോരാന്ത തമസിൽ നിന്ദീപമായി അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ, അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളേണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമരുളേണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മപൂരിതരായി തിരുഹിതം ചെയ്തിടുവാൻ. ആമേൻ. സർവ്വസ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഇന്നേ ദിവസം നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായമാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. ഇവിടെ സിയോൻ മലയിലാണ് ഈ ദർശനം അപ്പസ്തലനായ യോഹന്നാൻ സിയോൻ മലയിൽ ഈ ദർശനം കാണുന്നത്. അപ്പൊ ഇവിടെ സിയോൻ എന്ന് പറയുമ്പോൾ അത് സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. എല്ലാറ്റിൻ്റെയും പൂർണ്ണത കാണാൻ കഴിയുക സിയോനിലാണ്. പാട്ടുകാരൻ വളരെ മനോഹരമായി ഇങ്ങനെ പാടി: അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, നീ ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട.
അപ്പോൾ വിശ്വാസികളായിരിക്കുന്ന നമ്മളെക്കുറിച്ചാണ് സിയോൻ സഞ്ചാരികൾ എന്ന് പാടിയിരിക്കുന്നത്. അപ്പോൾ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 144,000 പേർ ആരാണ്? നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിൽക്കുന്ന ദൂതന്മാരാൽ മുദ്രയിടപ്പെട്ട ഇസ്രായേൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരായ ആ 1,44,000 പേർ തന്നെയാണ് ഈ 1,44,000 എന്ന് ഒരു വാദമുണ്ട്. എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോൾ ഈ വേദഭാഗത്ത് തുടർന്ന് നാം വായിക്കുന്ന വചനങ്ങളിലെല്ലാം തന്നെ അത് വെളിപ്പാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ദൂതന്മാരാൽ മുദ്രയിടക്കപ്പെട്ടിരിക്കുന്ന 1,44,000 പേരോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബന്ധം പുതിയ നിയമ സഭയോടാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ തുടർന്ന് പറയുന്ന 7 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ ഇത് 7 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. 7കളുടെ പുസ്തകമാണ്. 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം അത് ദൈവത്തിന്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. നാം 3-ാം അധ്യായം മുതൽ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവിടെ ഈ 1,44,000 ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഒന്നാമതായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഇവിടെ ഒന്നാമത്തെ യോഗ്യത, ഇവരൊരു പുതിയ പാട്ട് പാടി. രണ്ടാമത്, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ 1,44,000 പേര് പാടിയ ഒരു പുതിയ പാട്ട് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ്, ആർക്കും പാടാനും കഴിഞ്ഞില്ല. മൂന്നാമതായി, ഇവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 4-മതായി, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ. 5-മതായി, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാടിനെ എല്ലാ കാര്യത്തിലും അനുഗമിച്ചവരാണിവർ. 6-മതായി, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദിഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. 7-മതായി, അവരുടെ വായിൽ ബോഷ്ക്ക് ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവരായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 7 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന 1,44,000 പേര് അവരുടെ സവിശേഷതയാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഞാൻ ഈ വാക്യങ്ങളുമായി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. അവർ ഒരു പുതിയ പാട്ടുപാടി. അപ്പോൾ അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഈ പുതിയ പാട്ട്. ഈ പുതിയ പാട്ട് എന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ 40:2 നാം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40:2, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പൊ ഇവിടെ ഈ നാശകരമായ കുഴി എന്ന് പറയുന്നത് നരകമാണ്. അപ്പൊ നരകയാഗത്തിനയിൽ നിന്നും കയറ്റി. നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്യത്തെ പറയുകയാണെങ്കിൽ കാലുകളെ പാറമേൽ നിർത്തി. ഈ പാറ ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയെ തൻ്റെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും എല്ലാം രക്ഷിച്ചതിന് ശേഷമാണ് അവന്റെ വായിൽ പുതിയൊരു പാട്ട് കൊടുത്തത്. അങ്ങനെ അവൻ ക്രിസ്തുവാം പാറമേൽ നിർത്തിയിരിക്കുന്നു. അപ്പോ ഇവിടെ ഈ പുതിയ പാട്ട് എന്ന് പറയുമ്പോൾ
അക്ഷരാർത്ഥത്തിൽ അത് പാട്ട് തന്നെയാണ്. സ്വർഗത്തിൽ ദേവദൂതന്മാർ പാട്ട് പാടുന്ന പല സന്ദർഭങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ സഭാരാധനയിലൊക്കെ നമ്മൾ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, അങ്ങനെ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകുവാൻ എല്ലാം നാം പാട്ടുപാടാറുണ്ട്. അത് അക്ഷരാർത്ഥമാണ്. എന്നാൽ ഇതിന്റെ ആത്മീയ അർത്ഥം നമ്മൾ എടുക്കുമ്പോൾ പുതിയ പാട്ട് അത് പുതിയ ജീവനാണ്, പുതിയ ജീവൻ. കർത്താവായ യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പുതുതായി ജനിക്കണം. യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. അപ്പോൾ നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയാം, ഒരു പുതുജീവൻ അത് വിശുദ്ധിയും വേർപാടുമാണ്. അപ്പോൾ അത് ദൈവ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിതം അനുകരിക്കുവാൻ ലോകമനുഷ്യർക്ക് സാധിക്കുകയില്ല. തുടർന്നുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത്, പുതിയ പാട്ടുപാടി ഭൂമിയിൽ വിലയ്ക്കു വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ വിലയ്ക്ക് വാങ്ങിയതുമായിട്ടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലെ ആ മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്നവരെ വിലയ്ക്ക് വാങ്ങിയതായിട്ട് പറഞ്ഞിട്ടില്ല, തിരുവെഴുത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മഹോപദ്രവകാലത്ത് രക്ഷപ്രാപിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അപ്പൊ അവരെയും വിലയ്ക്ക് വാങ്ങുന്നതായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലാണ്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. ഇവിടെ വളരെ വ്യക്തമാണ്, പുതിയ നിയമസഭയിലെ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ, വീണ്ടും ജനിച്ചവരെ ദൈവം തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ എന്നാണ്. കർത്താവിന്റെ മണവാട്ടിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മണവാളനാണ്, ആത്മമണവാളനാണ്. മണവാട്ടി കറാമാലിന്യം, വാട്ടം, ചുളുക്കം എന്നിവ ഇല്ലാത്തവരായിരിക്കണം. 2 കൊരിന്ത്യരിൽ 11:2 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായിരിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിയുള്ള നിർമ്മല കന്യകയായിരിക്കുക. അപ്പൊ ഇതിനെ അക്ഷരീകമായിട്ടല്ല നാം വ്യാഖ്യാനിക്കേണ്ടത്. അക്ഷരീകമായിട്ട് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ വിവാഹം കഴിക്കാതെ ദൈവവേല ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വരം ലഭിച്ചവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് തിരുവെഴുത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത്, ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്, ചിലർ ജനിച്ച ശേഷം ഷണ്ടന്മാരായി തീരുന്നവരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരായി തീരുന്ന ഷണ്ടന്മാരുമുണ്ട്. അപ്പോൾ അത് കർത്താവായ യേശുക്രിസ്തു വിവാഹം കഴിച്ചില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം അത് നിറവേറ്റുക എന്നുള്ളതിനാണ്, പിതാവിന്റെ ആജ്ഞ അനുസരിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. സ്നാപയോഹന്നാനും വിവാഹം കഴിച്ചതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ അവർക്കെല്ലാം ഒരു ശുശ്രൂഷയുണ്ട്. അവർ ആ ശുശ്രൂഷ തികയ്ക്കുവോളവും അവർ വിശുദ്ധിയിലും വേർപാടിലും അവരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. അങ്ങനെ അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ എന്നാണ്. അപ്പോൾ ഇന്ന് ഏതെങ്കിലും സഭയിലുള്ള ആളുകൾ പറയുകയാണ്, ഞങ്ങൾ വിവാഹം കഴിക്കാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം അവർക്കാണ് കൂടുതൽ ബാധകമായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ ആത്മീയർത്ഥത്തിൽ എടുക്കുമ്പോൾ അത് നിർമ്മല കന്യകയെക്കുറിച്ചാണ്. അത് ആർക്കും അത് അവകാശപ്പെടാം. പക്ഷെ അത് ദൈവകൃപയാൽ മാത്രമേ അത് ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ. തുടർന്ന്, കുഞ്ഞാട് പോകുന്നവർക്കൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അപ്പൊ യേശു കർത്താവ് പോകുന്നിടത്തൊക്കെയും യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ് ഇവർ. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും
ആദ്യഫലം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമവുമായിട്ടുള്ള ബന്ധത്തിലാണ് നാം ആദ്യഫലം കാണുന്നത്. 1 കൊരിന്ത്യർ 15:23 ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഇവിടെ ആദ്യഫലം എന്ന് പറയുന്നത് പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലാണ്. യാക്കോബ് 1:18 നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും പാപം ചെയ്യുന്നത് നിർത്തി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വീണ്ടും ജനനം. അപ്പോൾ അങ്ങനെ വീണ്ടും ജനിച്ചവരാണ് ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകുന്നത് എന്ന് ഇവിടെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. വീണ്ടും ജനിച്ചവർ, അവർക്ക് കളവ് പറയുവാൻ കഴിയില്ല. അവർക്ക് ചീത്തച്ചൊൽ, കളിവാക്ക്, പൊട്ടത്തരം ഇതൊന്നും വിശുദ്ധന്മാർക്ക് യോജിക്കുന്നതല്ല എന്ന് എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവര് അത് അക്ഷരികമായത് അക്ഷരികമായും ആത്മീയമായത് ആത്മീയമായതും പ്രമാണിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തമാശയ്ക്ക് പോലും ഒരു കളവ് പറയുവാൻ ദൈവമക്കൾക്ക് കഴിയില്ല. അതാണ് പരിശുദ്ധാത്മാവിൽ ജയജീവിതം. അപ്പൊ അതുകൊണ്ടാണ് ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഇപ്പൊ നമ്മുടെ കൂട്ടിവിശ്വാസികളിൽ ആരെങ്കിലും ബോഷ്ക്ക് പറയുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങളുടെ സഭ, നിങ്ങളായിരിക്കുന്ന സഭ ദൈവസഭയാണെങ്കിൽ, അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന യഥാർത്ഥ സത്യസഭയാണെങ്കിൽ അധികം കാലം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അവരെ ബോഷ്കിന്റെ അല്ലെങ്കിൽ കള്ളം പറയുന്ന കള്ളന്മാരുടെ പിതാവായ, അല്ലെങ്കിൽ കള്ളന്മാരുടെ പിതാവ് എന്ന കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് പിശാചിനെ കുറിച്ചാണ്. അപ്പോൾ പിശാചിന്റെ മക്കൾക്ക് ദൈവ സഭയിൽ അവർക്ക് അധികം കാലം നിൽക്കുവാൻ കഴിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഇവിടെ ആകാശമധ്യത്തില് ഒരു പറക്കുന്ന ദൂതനെ കാണുകയാണ്. അപ്പൊ ഈ ദൂതൻ സുവിശേഷം പ്രസംഗിക്കുന്നത് സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, രാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതിനുശേഷമാണ് ലോകാവസാനം ഉണ്ടാകുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്ന് മനുഷ്യരാൽ നമ്മൾ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും, ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും സുവിശേഷം എത്തിയിട്ടില്ല. അതുകൊണ്ട് ചിലർ പറയും, അതുകൊണ്ട് കർത്താവ് ഒന്നും ഇപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിന്റെ രഹസ്യപരമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കർത്താവിന്റെ രഹസ്യപരവ് കള്ളനെ പോലെയാണ് കർത്താവ് വരുന്നത്. രഹസ്യപരവിൽ മണവാട്ടിയെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് വരുന്ന രഹസ്യപരവിൽ ആ രാജ്യത്തിന്റെ സുവിശേഷം, ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. ദൂതന്മാർ, പറക്കുന്ന ദൂതൻ. ഇവിടെ 3 ദൂതന്മാരുണ്ട്. അതിൽ ഒന്നാമത്തെ ദൂതന്റെ സുവിശേഷം അത് നിത്യസുവിശേഷം. അപ്പൊ ദൂതന്മാർ പ്രസംഗിക്കുന്ന സുവിശേഷം അത് നിത്യസുവിശേഷം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് പറയുമ്പോൾ നാം വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമവുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് പലരും സ്നാപകയോഹന്നാൻ എന്നായിരിക്കും ഉത്തരം പറയുക. പുതിയ നിയമവുമായിട്ടുള്ള ബന്ധത്തിൽ ആരാണ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഉത്തരം സ്നാപകയോഹന്നാനാണ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് എന്നായിരിക്കാം. എന്നാൽ സ്നാപകയോഹന്നാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരാണ് സുവിശേഷം പ്രസംഗിച്ചത് എന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ,
പുതിയ നിയമ സുവിശേഷ പ്രസംഗം ഇനാഗുറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിൽ ആകുന്നു. ഇത് സംസാരിക്കുന്നത് ദൈവദൂതനാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ദൈവത്തിന്റെ ദൂതനാണ്. അപ്പൊ ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ നിയമത്തിൽ സുവിശേഷം പ്രസംഗം ഉദ്ഘാടനം ചെയ്തത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. തുടർന്ന് നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം സുവിശേഷ പ്രസംഗത്തിന്റെ ആ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് ആർക്കും തർക്കമുണ്ടാകത്തില്ല. തുടർന്നും നാം അങ്ങനെ ദൂതന്മാരെ നാം തുടക്കത്തിൽ മാത്രമല്ല, പിന്നെയും നമ്മൾ സുവിശേഷത്തിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് അത് സത്യമാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ളൊരു വാക്യം അപ്പസ്തോല പ്രവൃത്തികൾ 1:10 നാം വായിക്കുകയാണ്. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവിടെ അവരുടെ അടുക്കൽ നിന്നു. അപ്പൊ ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്നുള്ളത് ആ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. തുടർന്ന് വായിക്കുമ്പോൾ ആ ദൂതന്മാര് പറഞ്ഞത് കാര്യം ഇതാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് നമ്മളോട് സുവിശേഷിച്ചിരിക്കുന്നതും ദൈവത്തിന്റെ ദൂതന്മാരാണ്. അപ്പോൾ ഈ ദൈവദൂതന്മാർക്ക് സുവിശേഷ പ്രസംഗവുമായിട്ട് വലിയ ഒരു ബന്ധം നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചുമിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സുവിശേഷം എന്ന് വിളിച്ചു പറയുന്നതിലല്ല, പരിശുദ്ധാത്മാവിൽ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ, അവൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മനിറവിൽ ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ദൈവത്തിന്റെ സത്യസുവിശേഷം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ വചനത്തിന്റെ ആത്മീയ അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. മലയാള ഭാഷയിൽ ആണ് ഈ കുനിഞ്ഞു നോക്കുക എന്നുള്ള പ്രയോഗം എഴുതിയിരിക്കുന്നത്. കാരണം അത് താല്പര്യത്തോടുകൂടെയുള്ള അവരുടെ നിരീക്ഷണമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിൽ സുവിശേഷം പറയുന്നവരുടെ മധ്യേ ദുരുപദേശം പറയുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ദുരുപദേശം പറയുന്നവരുടെ സാത്താന്മാരുടെ ദൂതന്മാരുണ്ടായിരിക്കും. ദുരുപദേശം പ്രസംഗിക്കുന്നവര് അവരെ കുനിഞ്ഞു നോക്കുന്നത്
സാത്താന ദൂതന്മാരുമാണ്. എന്നാൽ ഇവിടെ സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം പ്രസംഗിക്കുന്ന ദാസിമാരോടുകൂടെ ഇതാ ദൂതന്മാർ താല്പര്യപൂർവം അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഇവിടെ തിരുവെഴുത്തിൽ വായിക്കുകയാണ്. അപ്പോൾ ഈ നിത്യസുവിശേഷം അവസാന കാലത്ത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അവിടെ എന്താണ് പ്രസംഗിക്കുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ ദൂതൻ പറയുന്ന നിത്യസുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. അതെന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ ഭയപ്പെടുക. ഇതാ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇവിടെ എന്തിനാ ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്? കാരണം ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. കാരണം ദൈവം ഇതെല്ലാം അടുത്ത അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ ഇതെല്ലാം ദൈവം നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എല്ലാം അക്ഷരികമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിന് മഹത്വം കൊടുക്കൂ, നിങ്ങള് വിഗ്രഹത്തിനല്ല, നിങ്ങള് സർവസൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ എന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ ദൂതൻ, വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ദൂതൻ അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം അത് വലിയൊരു സംഭവമാണ്. കുറച്ച് കാര്യം പറയുന്നുള്ളൂ. എന്താ കാര്യം? മർമ്മം മഹതിയാം ബാബിലോൺ. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മർമ്മം മഹതിയാം ബാബിലോണിനെ കുറിച്ച് നമ്മൾ അവിടെ ചിന്തിക്കും. അപ്പോൾ ഇത് വ്യാജ ക്രിസ്തീയ സഭകളാണ്. കൃപയിൽ നിന്ന് വീണുപോയ, പാപത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചുകൊണ്ട് വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്ന, വേറൊരു ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ചതിയാൽ, വഞ്ചനയാൽ അവർ ചതിക്കപ്പെട്ടു പോയി. അവരറിയുന്നില്ല, പാവങ്ങൾ അറിയുന്നില്ല, അവർ ചെയ്യുന്നത് എന്തെന്ന്, അവർ പറയുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. അപ്പോൾ അവരറിയാതെ അവർ എതിർ ക്രിസ്തുവിന്റെ പാളയത്തിലാണ്. അങ്ങനെ ആ മഹതിയാം ബാബിലോൺ, ആ ബാബിലോൺ ഇതാ വീണുപോയി എന്ന് ഇതാ നിത്യസുവിശേഷം, ആ നിത്യസുവിശേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയാണ്. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു എതിർക്രിസ്തുവിനെ കുറിച്ച്. എതിർക്രിസ്തുവിന്റെ മുദ്ര അക്കാലത്ത് സാർവത്രികമായി തീർന്നിരിക്കുകയാണ്. അപ്പോഴും ദൂതന്മാർ വീണ്ടും വീണ്ടും ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മുദ്ര ഏൽക്കരുത്, അതിന്റെ പ്രതിമയെ നമസ്കരിക്കരുത്, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. അപ്പൊ അവരുടെ ശിക്ഷയുടെ പുക. ഇന്ന് ചിലരൊക്കെ ക്രിസ്തീയർ എന്ന് പറയുന്ന ചിലരൊക്കെ പുകവിട്ടുകളിയുണ്ട്. കറുത്ത പുകയും വെളുത്ത പുകയും ഒക്കെ വിട്ട് കളിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥ പുക, അത് വെളിപ്പാട് 17-18 ഒക്കെ ആ പുകയെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു സാമ്പിൾ പുക മാത്രമാണ്. പക്ഷേ യഥാർത്ഥ പുക ഈ വെളിപ്പാട് മർമ്മം മഹതിയാം ബാബിലോണിലൊക്കെ കട്ടപ്പുക, അതായത് തീ പുക, അത് കറുത്ത പുക, വെളുത്ത പുക, പിന്നെ കട്ടപ്പുകയാണ്. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല, അസ്വസ്ഥതയായിരിക്കും. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇതെല്ലാം പറയുന്നത് ദൈവദൂതനാണ്. ദൈവദൂതനം പറയുന്ന 12ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ അതിനൊരു നിർവചനമുണ്ട്. ആ വാക്യമാണ് ഈ വാക്യം. ആരാണ് വിശുദ്ധൻ? ദൈവകൽപ്പന അനുസരിക്കുകയും ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ. അവർക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കും. നമുക്ക്
ഒരു ദൈവ പൈതലിനെ നമുക്ക് ശോധന ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു വഴിയുണ്ട്. ദൈവത്തിന് തിരുവഴുത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവരോ എന്ന് ശോധന കഴിക്കുവിൻ. നമ്മൾ പലപ്പോഴും അത് ശോധന കഴിച്ചെന്ന് വരത്തില്ല, നമ്മൾ കാണുന്നത് പോലെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അങ്ങ് നമ്മൾ വിശ്വസിക്കും. എന്നാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ കുറ്റം പറഞ്ഞു കൊടുക്കുക. കുറ്റം എന്തെങ്കിലും കണ്ടുപിടിച്ച്, എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമാണെങ്കിലും കണ്ടുപിടിച്ച് കുറ്റം പറയുക. അപ്പൊ ഈ സ്വർണമാണെങ്കിൽ എന്താ, അത് ഉരച്ചു നോക്കുമ്പോഴേ അതിന്റെ മാറ്റി മനസ്സിലാവുള്ളൂ, തട്ടാമാർക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് അത് മനസ്സിലാവണമെന്നില്ല. തട്ടാമാർക്കം ഇത് സ്വർണ്ണം ഉരച്ചാൽ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിശ്വാസിയെ ശോധന ചെയ്യണമെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാകത്തില്ല, കുറ്റങ്ങളും കുറവുകളും ഉണ്ടായെന്ന് വരാം. അപ്പൊ എന്തെങ്കിലും ഒരു ബലഹീനത കണ്ടാൽ അതിനെ അങ്ങ് ചോദ്യം ചെയ്യുക. അത് നമ്മൾ മനഃപൂർവ്വമായിരിക്കണം ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അവരെ പൊട്ടിത്തെറിക്കുന്നെങ്കിൽ, അപ്പോൾ അവരാ നമുക്കെതിരെ അവര് തിരിച്ചു പറയുന്നെങ്കിൽ അവരൊന്നും ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൽ എന്ന് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിലുള്ള ഒരു വ്യക്തിയുടെ കുറ്റം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ സഹോദര സഹോദരി, നിങ്ങൾ എൻ്റെ ഈ കുറവ് എന്നെക്കുറിച്ച് നിങ്ങളിത് പറഞ്ഞു തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്നാണ് പറയുക. ആർക്ക് പറയാൻ കഴിയും? ഇന്ന് ആർക്കിത് പറയാൻ കഴിയും? അപ്പോൾ അവരാരും ക്ഷോഭിക്കത്തില്ല, കോപിക്കത്തില്ല. ഈ പിശാചിലുള്ള ഒരുവനാണെങ്കിൽ എന്താ, അവന്റെ ഒരു കുറവ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ്. കർത്താവ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിലെ കുറവ് 99% അവര് പൂർണ്ണതയിലേക്ക് വന്നവരാണെങ്കിലും കർത്താവ് ഒരു കുറവ് കണ്ടുപിടിക്കും. കർത്താവ് പറയും, ആ കുറവ് കർത്താവ് പറഞ്ഞു കൊടുക്കും. തുടർന്ന് നാം വായിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ആരാണ് ഭാഗ്യവാന്മാർ? അനേക ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം ഒരു ഭാഗ്യാവസ്ഥ കാണുകയാണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. ഈ വചനങ്ങളൊക്കെ നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന്, ജോലികളിൽ നിന്ന് അവർ അതാണ് നമ്മൾ പറയാറുണ്ട്, RIP, റെസ്റ്റ് ഇൻ പീസ്, RIP. നമ്മുടെയൊക്കെ നാട്ടിൽ നടപ്പ് എങ്ങനെയാണ്? ആര് മരിച്ചാലും അവരെ എല്ലാവരെയും കുറിച്ച് പറയും പ്രൊമോട്ടഡ് ടു ഗ്ലോറി. വേറെ ഒന്നും നമുക്ക് കാണാനില്ല. നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ആര് മരിച്ചാലും, ഒരാള് പാപത്തിൽ മരിച്ചാലും അല്ലെങ്കിൽ അവരെ മാനസാന്തരപ്പെടാതെ മരിച്ചാലും എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങളും എഴുതി വിടുന്ന ഒരു കാര്യമാണ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി. പക്ഷേ തിരുവചനം പഠിക്കുമ്പോൾ ഗ്ലോറിയിലേക്ക് ഒരാളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർ ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യുന്ന മൃതന്മാർക്കാണ് ആ പറുദീസയിലേക്ക്, വിശ്രമ സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയേറിയ അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക. നമ്മൾ നെൽകൃഷിയൊക്കെ നമ്മൾ അത് കൊയ്യുന്നത് അരിവാൾ കൊണ്ടാണ്. പാകമാകുമ്പോൾ അരിവാൾ ഉപയോഗിച്ച് കൊയ്യും. എന്നാൽ ഇവിടുത്തെ കൊയ്ത്ത് എന്ന് പറയുന്നത് ലോകാവസാനമാണ്. കർത്താവ് കളയുടെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, എന്നാൽ കള പറിച്ചു കളയട്ടെ. കർത്താവ് പറഞ്ഞു, കള പറിച്ചു കളയണ്ട, രണ്ടും കൂടെ അവസാനം വരെ അത് വിളഞ്ഞു വരട്ടെ. കൊയ്യുന്ന സമയത്ത് കളയെല്ലാം പറിച്ച് മാറ്റിയെടുത്തിട്ട് തീയിലിട്ട് ചുട്ടുകളയും.
എന്ന് കർത്താവ് പറഞ്ഞ ആ ഉപമയും നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ കൊയ്ത്ത് എന്ന് പറയുമ്പോൾ അന്തിമ ന്യായവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യം നാം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ളൊരു കോങ്കത്തി പിടിച്ചിരുന്നു. ഈ കോങ്കത്തി എന്ന് പറയുന്നതും അരിവാൾ തന്നെയാണ്. കൊയ്ത്തിന് ഉപയോഗിക്കുന്നത് ഇതുപോലെ അരിവാൾ തന്നെയാണ്. തീയുടെ മേൽ അധികാരമുള്ള മറ്റൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. അപ്പോൾ കോങ്കത്തി ഉപയോഗിച്ച് മുന്തിരിക്കുല. അപ്പോൾ മുന്തിരിക്കുല എന്ന് പറയുമ്പോൾ മുന്തിരിത്തോട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതിൻ്റെ ആത്മീയ അർത്ഥം ദൈവസഭയാണ്. മുന്തിരിത്തോട്ടം, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവദാസനാണ്. അപ്പോൾ ഇവിടെ ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൂതൻ മുന്തിരിക്കുല അറുത്തു. അങ്ങനെ ആ ചക്കിലിട്ട് ആട്ടുകയാണ്. അത് ഈ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ അന്ന് ചക്കാണുള്ളത്. നമ്മുടെയൊക്കെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒക്കെ കാലഘട്ടം വരെയൊക്കെ ചക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചക്ക അങ്ങനെ കാണാനില്ല. കാരണം ഇപ്പോൾ എല്ലാം കറണ്ടൊക്കെ വന്നതോടുകൂടി മില്ലുകളായി. മില്ലിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ആട്ടിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില കാര്യങ്ങളാണ്. അപ്പൊ ഭൂമിയിലെ മുന്തിരിക്കുല അറുത്ത് ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ രക്തം കുതിരകളുടെ കടിവാളത്തോളം. കടിവാളം എന്നത് അർത്ഥമാകുന്നത് അവയുടെ തലയോളം എന്നാണ്, അല്ലെങ്കിൽ കടിഞ്ഞാണോളം. ചില തർജ്ജമകളിൽ തലയോളം എന്ന് കാണുന്നു, കടിഞ്ഞാൻ വരെ എന്നും കാണുന്നു. കുതിരകളുടെ കടിഞ്ഞാൻ വരെ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. 200 നാഴിക ദൂരത്തോളം ഒഴുകി. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മുന്തിരിക്കുല വെട്ടി ചക്കിലിട്ടപ്പോൾ അവിടെ മുന്തിരിച്ചാറല്ല ഉണ്ടായി വന്നത്. ഇവിടെ ഉണ്ടായി വന്നത് രക്തമാണ്. ഇതൊരു ദർശനമാണ്. അപ്പൊ ഈ ദർശനത്തിൽ കണ്ടത് മുന്തിരിക്കൊല അറുത്തു. അപ്പൊ അത് ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടപ്പോൾ അവിടെ രക്തം. അവിടെ നാം ചിന്തിക്കേണ്ടത്, കർത്താവായി യേശു ക്രിസ്തു താൻ പെസഹ തിരുനാളിൽ ആ ശുശ്രൂഷ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് വീഞ്ഞെടുത്ത്, ഇത് എൻ്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇപ്പോൾ തിരുവഴുത്തിലൊക്കെ നാം വായിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ അപ്പസ്തോലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. അപ്പോൾ ആ രക്തം, ഈ രക്തത്തിന്റെ പ്രത്യേകത കട്ട പിടിക്കാത്ത രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം കട്ട പിടിക്കാത്ത രക്തമാണ്. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്നുകിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ രക്തരൂക്ഷിതമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. വീണ്ടും പറയട്ടെ, ഒന്നുകിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ തൻ്റെ അങ്കി അലക്കി വെളുപ്പിക്കുക, എന്നിട്ട് നീതിയിലും വിശുദ്ധിയിലും തന്നെ കാത്തു പരിപാലിക്കുക. ഇല്ലായെങ്കിൽ ദൈവകോപത്തിൻ്റെ വലിയ ചക്കിൽ ഇട്ട് വലിയ രക്തച്ചൊരിച്ചിലും മഹോപദ്രവ പീഡനകാലത്തിലൂടെയും കടന്നു പോകേണ്ട ദുരവസ്ഥയാണ് മാനസാന്തരപ്പെടാത്തവർക്ക് ഉണ്ടാവുക. മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം കായ്ക്കുന്നില്ല എങ്കിൽ വലിയ ക്രോധാഗ്നിയിലേക്കാണ് അവർ പോകേണ്ടത് എന്നുള്ള കാര്യം ദൈവാത്മാവ്
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മോടുള്ള സന്ദേശം ഇതാണ്: നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ കഴിയുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സത്യത്തിൻ്റെ പാതയിലൂടെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, ദൈവം നമുക്ക് കൃപ നൽകിയതനുസരിച്ച് അത് നമ്മെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്നത് പോലെ നമ്മൾ നമ്മോട് തന്നെ നീതി പുലർത്തുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നുള്ള വാഗ്ദത്തം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.